Dear children, welcome to math class. Let us start our class with a silent prayer. Join your hands, close your eyes. Okay, let us start. What did we discuss in our previous class? പ്രീവിയസ് ക്ലാസ്സുകൾ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, എന്താ പഠിച്ചുകൊണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങി. അതിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ആണ് പഠിച്ചത് അല്ലേ? 2 മുതൽ 2ൻ്റെ ടേബിൾ മുതൽ 10ൻ്റെ ടേബിൾ വരെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തു. എല്ലാവരും ബൈ ഹാർട്ട് ചെയ്തോ? കാണാതെ പഠിച്ചോ? പഠിക്കാത്തവർ വേഗം തന്നെ പഠിക്കണം. കാരണം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ടേബിൾ അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ എല്ലാവരും ടേബിൾ നല്ലോണം പഠിച്ചേക്കണം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബോക്സസ്. ബ്ലാങ്ക് ആയിട്ട് തന്നിരിക്കുന്ന ബോക്സ് എന്ത് ചെയ്യണം? ഫിൽ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 9 × 4 = ഡാഷ്. 9 4 എത്രയാണെന്നാണ് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത്. 9 4 എത്രയാ? 4ൻ്റെ ടേബിൾ പറഞ്ഞ് 9 ടൈംസ് ടീച്ചർ പറയാം. ടീച്ചർ സ്പീഡിനാണ് പറയുന്നത്, കൂടെ പറഞ്ഞോളണം. 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 6 4 24, 7 4 28, 8 4 32, 9 4 36. 9 4 36. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബോക്സിൽ എന്താ ആൻസർ എഴുതണ്ടേ? 36. ഗുഡ്. നെക്സ്റ്റ് 4 × 5. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? 4 × 5. അപ്പോൾ നമുക്കിവിടെ 4ൻ്റെ ടേബിൾ വേണമെങ്കിലും പറയാം 5 ടൈംസ്, 5ൻ്റെ ടേബിൾ വേണമെങ്കിലും പറയാം 4 ടൈംസ്. അപ്പോൾ നമുക്ക് 5ൻ്റെ ടേബിൾ പറയാം. 4 5 എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പറഞ്ഞ് 1 5 5, 2 5 10, 3 5 15, 4 5 20. 4 5 20. So 20 is the answer. Next, third question, 8 × 7. അപ്പോൾ 8 7 എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 7ൻ്റെ ടേബിൾ പറഞ്ഞ് 1 7 7, 2 7 14, 3 7 21, 4 7 28, 5 7 35, 6 7 42, 7 7 49, 8 7 56. 8 7 56. So 56 is the answer. Next, 5 3. 5 3 എത്രയാ? 5 × 3. 5 3. 3ൻ്റെ ടേബിൾ പറഞ്ഞേ 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15. 5 3 15 is the answer. Next, 7 6. അപ്പോൾ ഇവിടെ 6ൻ്റെ ടേബിൾ പറയാം 7 ടൈംസ്. കൂടെ പറഞ്ഞേ 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30, 6 6 36, 7 6 42. 7 6 42 is the answer. മനസ്സിലായോ? അങ്ങനെ ടേബിൾ പറഞ്ഞ് നോക്കി ബോക്സ് എല്ലാം ഫിൽ ചെയ്യണം. അപ്പോൾ ടെക്സ്റ്റിനകത്തുള്ള പ്രോബ്ലം ബാക്കി എല്ലാവരും ചെയ്യുമല്ലോ. ഗുഡ്. നെക്സ്റ്റ് നമുക്ക് ട്രൂ ഓർ ഫാൾസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 4 ഈസ് എ ഫാക്ടർ ഓഫ് 25. 4 25ൻ്റെ ഒരു ഫാക്ടർ ആണ് എന്നവർ പറഞ്ഞിരിക്കുന്നു. ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? 4ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കണം. 4ൻ്റെ ടേബിളിൽ ആൻസറായിട്ട് എവിടെയെങ്കിലും 25 കിട്ടുമെങ്കിൽ 25ൻ്റെ ഫാക്ടറാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കണം. അപ്പോൾ ഡിവൈഡ് നമ്മൾ പഠിച്ചില്ലല്ലോ. അപ്പോൾ നമുക്ക് 4ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കാം. 4ൻ്റെ ടേബിൾ പറഞ്ഞു നോക്കുമ്പോൾ 25 എവിടെയെങ്കിലും ആൻസറായിട്ട് കിട്ടിയാൽ 25ൻ്റെ ഫാക്ടറാണ്. കിട്ടിയില്ലെങ്കിൽ ഫാക്ടർ അല്ല. അപ്പോൾ പറഞ്ഞു നോക്കിയേ 4ൻ്റെ ടേബിൾ. 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 20, 6 4 24, 7 4 28. 25 കഴിഞ്ഞ് പോയി 28 വന്നു. പക്ഷെ 25 അവിടെ ഇല്ല. അപ്പോൾ 4 ഈസ് എ ഫാക്ടർ ഓഫ് 25 എന്ന് പറയുന്നതിൽ നമ്മൾ എന്താ ആൻസർ എഴുതും?
നോ എന്ന് എഴുതും. മനസ്സിലായോ? നെക്സ്റ്റ്, ദ പ്രോഡക്റ്റ് ഓഫ് 3 and 4 ഈസ് 12. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലൈ ചെയ്യുക. ടേബിൾ പറഞ്ഞാൽ 3ൻ്റെയും 4ൻ്റെയും കൂടെ പ്രോഡക്റ്റാണ് 12. അതായത് 3ഉം 4ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടും. അപ്പോൾ 4ൻ്റെ ടേബിൾ പറയാം. 3 times 1 4 4, 2 4 8, 3 4 12. യെസ്, 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 12. സോ റൈറ്റ് ദ ആൻസർ യെസ്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ. 2 into 1 equals 2. 2ഉം 1ഉം ഇൻറ്റു ചെയ്തപ്പോൾ 2 എന്നാണ് ആൻസർ കിട്ടിയത്. Therefore 2 and 1 are factors of 2. 2ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആൻസർ കിട്ടിയാൽ ആ 2ഉം 1ഉം ആൻസറായിട്ട് കിട്ടിയ 2ൻ്റെ ഫാക്ടേഴ്സ് ആണ്. യെസ്. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ പ്രോഡക്റ്റ് ഓഫ് 9 and 1 ഈസ് 0. 9ഉം 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 കിട്ടും. ആണോ? നമ്മളിപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്റർ തുടങ്ങിയ ഫസ്റ്റ് ക്ലാസ്സിൽ പ്രോപ്പർട്ടി പറഞ്ഞല്ലോ, ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ, സെയിം നമ്പർ തന്നെയാണ് ആൻസറായിട്ട് കിട്ടുന്നതെന്ന് പഠിച്ചായിരുന്നു അല്ലേ? ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ തന്നെ ആൻസർ കിട്ടുമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്നു പ്രോഡക്റ്റ് ഓഫ് 9 and 1 ഈസ് 0. നോ, 9 1 9. സോ നോ ഈസ് ദ ആൻസർ. നെക്സ്റ്റ്, ഇഫ് 6 into 5 equals 30, 30 ഈസ് കോൾഡ് ദ പ്രോഡക്റ്റ് ഓഫ് 6 and 5. 6ഉം 5ഉം ഇൻറ്റു ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 കിട്ടിയാൽ 30യെ 6ൻ്റെയും 5ൻ്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8 ഈസ് എ ഫാക്ടർ ഓഫ് 8. 8 8ൻ്റെ തന്നെ ഒരു ഫാക്ടറാണ്. ആണോ? 1 8 8 തന്നെ ആൻസറായിട്ട് കിട്ടുന്നില്ലേ? അപ്പോൾ എസ് ആണ് ആൻസർ. നെക്സ്റ്റ്, 9 ഈസ് എ ഫാക്ടർ ഓഫ് 29. അപ്പോൾ 9ൻ്റെ ടേബിളിൽ എവിടെയെങ്കിലും 29 ആൻസറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 1 9 9, 2 9 18, 3 9 27, 4 9 36. 30 കഴിഞ്ഞ് പോയി, 29 അവിടെ കിട്ടിയില്ല. അപ്പോൾ 29ൻ്റെ ഫാക്ടർ അല്ല. നോ. ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോബ്ലംസ് നോക്കാം. ശ്രദ്ധിച്ച് കേട്ടിരുന്ന് നോട്ട്ബുക്കിൽ എഴുതണം. മൾട്ടിപ്ലിക്കേഷൻ ബൈ 1 digit നമ്പർ വിത്തൗട്ട് ക്യാരിയിങ് വരാത്ത 1 digit നമ്പർ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്ലൈ 20 by 4. ഇവിടെ എന്താ ചെയ്യേണ്ടേ? 20യെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ 20യിൽ ഏതൊക്കെ ഡിജിറ്റ് ഉണ്ട്? 2 ഉണ്ട്, 0 ഉണ്ട്. 2ഉം 0യും ചേർന്നതാണ് എന്ത്? 20. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ 20യിലെ എല്ലാ ഡിജിറ്റിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 0യെ മൾട്ടിപ്ലൈ ചെയ്യണം, 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ചെയ്യാം നമുക്ക്. ഓക്കെ. അതിനായിട്ട് ആദ്യം 1s place 10s place കറക്റ്റ് ചെയ്ത് 20 into 4 ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഒരു ലൈൻ കൊടുക്കുക. ഇവിടെ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബോക്സ് വേണമെന്നില്ല, നിങ്ങൾ ഒരു ലൈൻ കൊടുത്താലും മതി. ഇനി എന്താ ചെയ്യണ്ടേ? നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനും എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1s പ്ലേസിൽ നിന്നാണ് എപ്പോഴും അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും 1s പ്ലേസിലെ നമ്പറിനെയാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 4. യെസ്, 4 കൊണ്ടാണ് 2നെയും 20യെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 20യുടെ 1s പ്ലേസ് നമ്പറായ 0യെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ 4 into 0 എത്രയാ? 4 0. ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുന്നേ? 0. അപ്പോൾ ആ 1s പ്ലേസിൽ 0 എന്ന് ആൻസർ എഴുതി. എന്തുകൊണ്ടാ? 4 0 0 ആയതുകൊണ്ട്. മനസ്സിലായോ? ഇനി 1s പ്ലേസ് നമ്പറായ 0യെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 10s പ്ലേസ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 10s പ്ലേസിൽ ഏത് നമ്പറാ? 2. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ കൊണ്ട് ആദ്യത്തെ നമ്പറിൻ്റെ എല്ലാ ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം.
ആദ്യം നമ്മൾ 0യെ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ടെൻസ് പ്ലേസിലെ 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. 4 2 2ൻ്റെ ടേബിൾ പറഞ്ഞേ. 1 2 2 2 2 4 3 2 6 4 2 8. യെസ്. അപ്പോൾ ടെൻസ് പ്ലേസിൽ നമ്മൾ എന്തെഴുതി? 8 എഴുതി. അപ്പോൾ എത്ര ആൻസർ കിട്ടിയത്? ഇനി നമ്പർ ഇല്ലല്ലോ മൾട്ടിപ്ലൈ ചെയ്യാൻ. 20ൽ 0യും 2ഉം മാത്രമല്ലേ ഉള്ളൂ. 2 നമ്പറിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തല്ലോ, 2 ഡിജിറ്റിനെയും. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയത്? 80. അപ്പോൾ ഇനി ആ 80 എന്നുള്ള ആൻസർ ഇവിടെ എടുത്തെഴുതണം. എങ്ങനെയാണ് എഴുതുന്നത്? 20 × 4 = 80 എന്നെഴുതി. ക്ലിയറായോ? ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വൺസ് പ്ലേസിലെ നമ്പറിനെയാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ടെൻസ് പ്ലേസിലെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് ഇതുപോലെ ആൻസർ എടുത്തെഴുതുക. നോട്ട്ബുക്കിൽ തനിയെ ചെയ്ത് നോക്കണം. അപ്പോൾ മനസ്സിലാവും. കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അത് ഓരോന്നും ചെയ്ത് നോക്കുക. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. മൾട്ടിപ്ലൈ 43/2. ഇവിടെ 43യെ 2 കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 43യെ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 2 കൊണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ എങ്ങനെ എഴുതണം? ആദ്യം ടെൻസ് പ്ലേസ് വൺസ് പ്ലേസ്. 10ഉം 1 എഴുതണമെന്നില്ല. നമുക്ക് വൺസ് പ്ലേസ് ടെൻസ് പ്ലേസ് കറക്റ്റ് അറിയാമെങ്കിൽ വൺസ് ടെൻസ് എന്ന് എപ്പോഴും എഴുതണമെന്നില്ല. നമ്പർ മാത്രം എഴുതിയാലും മതി. അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പറിനെ എടുത്തെഴുതി. 43 എഴുതി. ഇനി ഏത് നമ്പർ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അത് വൺസ് പ്ലേസിന് നേരെ താഴെയായിട്ട് ഇൻറ്റു കൂടി ഇട്ട് എഴുതുക. 43 × 2. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്തു? ഒരു അണ്ടർലൈൻ കൊടുത്തു. നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് വൺസ് പ്ലേസിലെ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ വൺസ് പ്ലേസിലെ ഏതാ നമ്പറാ? 3. ഇപ്പോൾ 2 കൊണ്ട് ആദ്യം 3യെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3യുടെ ടേബിൾ പറഞ്ഞേ. 1 3 3 2 3 6. 2 3 എത്ര കിട്ടിയേ? 6. അപ്പോൾ വൺസ് പ്ലേസിൽ നമ്മൾ എന്താ എഴുതണ്ടേ? 2 3 6. നെക്സ്റ്റ് നമ്മൾ ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? 4നെ. ആദ്യം നമ്മൾ 3യെ മൾട്ടിപ്ലൈ ചെയ്തു. 2 3 6 എന്ന് കിട്ടി. അത് നേരെ വൺസ് പ്ലേസിൽ എഴുതി. നെക്സ്റ്റ് 4നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2 4 എത്രയാ? 4ൻ്റെ ടേബിൾ പറഞ്ഞേ. 1 4 4 2 4 8. 2 4 8. അപ്പോൾ ആ 8 ടെൻസ് പ്ലേസിന് നേരെ താഴെ എഴുതി. ക്ലിയറായോ? വൺസ് പ്ലേസിലെ നമ്പറായ 3യെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വൺസ് പ്ലേസിൽ എഴുതി. ടെൻസ് പ്ലേസിലെ നമ്പറായ 4നെ മൾട്ടിപ്ലൈ ചെയ്ത് ടെൻസ് പ്ലേസിൽ എഴുതി. ഇനി ആ ആൻസർ എടുത്ത് എഴുതണം. എങ്ങനെയാണ് എഴുതുന്നത്? 43 × 2 = 86 എന്ന് ആൻസർ എഴുതി. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. എല്ലാവരും നോട്ട്ബുക്കിൽ ഇത് നീറ്റായിട്ട് എഴുതണം. തനിയെ ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം ആൻസർ കറക്റ്റാണോ എന്ന് നോക്കാൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇത് 3 ഡിജിറ്റ് നമ്പറാണ്. നമ്മൾ കഴിഞ്ഞ 2 പ്രോബ്ലം 2 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നോക്കിയത്. നെക്സ്റ്റ് 3 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഈ നമ്പറുകൾ എന്ത് ചെയ്യണം? എടുത്തെഴുതാം. ഇവിടെ 3 ഡിജിറ്റ് ആയതുകൊണ്ട് വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് എന്നിങ്ങനെ 3 പ്ലേസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് നമ്പർ എഴുതുക. 323/3. 323യെ 3 കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എഴുതി 323 × 3. എങ്ങനെ എഴുതി? 323 × 3. ആവശ്യത്തിന് സ്പേസ് ഒക്കെ ഇട്ട് നീറ്റായിട്ട് എഴുതണം. അല്ലെങ്കിൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. ഇങ്ങനെ എഴുതിയിട്ട് ഇനി എന്താ ചെയ്യണ്ടേ? ഇനി ആദ്യം വൺസ് പ്ലേസിലെ നമ്പറിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ വൺസ് പ്ലേസിൽ ഏത് നമ്പറാ? 3. ഇപ്പോൾ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അതും 3യാ. അപ്പോൾ 3 എത്രയാ പറഞ്ഞേ? 3ൻ്റെ ടേബിൾ പറഞ്ഞേ. 1 3 3 2 3 6 3 3 9. യെസ്, 3 3 9. അപ്പോൾ നമ്മൾ അവിടെ എന്തെഴുതി? 9 എഴുതി. നെക്സ്റ്റ്
ടെൻസ് പ്ലേസ്. ടെൻസ് പ്ലേസിലെ നമ്പർ ഏതാ? 2. അപ്പോൾ 3 കൊണ്ട് അടുത്ത് ആരെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 2നെ. 3 2. 2ൻ്റെ ടേബിൾ പറഞ്ഞേ. 3 2 എത്ര കിട്ടുമെന്ന് അറിയാമല്ലോ. 1 2 2 2 2 4 3 2 6. 3 2 എത്രയാണ് കിട്ടിയേ? 6. അപ്പോൾ ടെൻസ് പ്ലേസിൽ എത്ര എഴുതി? 6 എഴുതി. നെക്സ്റ്റ് ഒരു പ്ലേസും കൂടി ഉണ്ട്. കഴിഞ്ഞ 2 പ്രോബ്ലത്തിലും ടെൻസ് പ്ലേസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഹൺഡ്രഡ്സ് പ്ലേസും കൂടി ഉണ്ട്. അപ്പോൾ ഹൺഡ്രഡ്സ് പ്ലേസിലെ നമ്പർ ഏതാ? 3. അപ്പോൾ 3 ഇൻറ്റു 3യെ കൂടി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 3 3 2 3 6 3 3 9. അപ്പോൾ ഹൺഡ്രഡ്സ് പ്ലേസിൽ എത്ര എഴുതണം? 9. അപ്പോൾ 323യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ കിട്ടിയേ? 969 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആൻസർ എടുത്ത് എഴുതണം. എങ്ങനെ എഴുതും? 323 ഇൻറ്റു 3 ഈക്വൽസ് 969 എന്ന് എഴുതി. എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. 3 ഡിജിറ്റ് നമ്പറിൻ്റെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 412നെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ 412/2. മൾട്ടിപ്ലൈ 412/2. ആദ്യം നമ്പേഴ്സ് നീറ്റായിട്ട് കോളമായിട്ട് തിരിച്ചെഴുതുക. 412 ഇൻറ്റു 2 ഇതുപോലെ എഴുതുക. അത് കഴിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ആദ്യം വൺസ് പ്ലേസിലെ നമ്പറാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ വൺസ് പ്ലേസിൽ 2 ആണ്. ഇപ്പോൾ 2 2 1 2 2 2 2 4. അപ്പോൾ നമ്മളെവിടെ എഴുതി? 4 എന്ന് ആദ്യം ആൻസർ എഴുതി. ഇത് കഴിഞ്ഞ് ടെൻസ് പ്ലേസിൽ 1. ഇപ്പോൾ 1 2 2. ഇപ്പോൾ ടെൻസ് പ്ലേസിൽ നമ്മൾ എന്ത് ആൻസർ എഴുതി? 2 എന്ന് എഴുതി. നെക്സ്റ്റ് ഏത് പ്ലേസാണ്? ഹൺഡ്രഡ്സ് പ്ലേസ്. ഹൺഡ്രഡ്സ് പ്ലേസിലെ നമ്പർ ഏതാ? 4. ഇപ്പോൾ ഇനി 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 4 1 4 4 2 4 8. അപ്പോൾ നമ്മൾ അറ്റ് ഹൺഡ്രഡ്സ് പ്ലേസിൽ 8 എഴുതി. ആൻസർ എന്താ കിട്ടിയത്? 824 എന്ന് ആൻസർ കിട്ടി. ഇനി ആൻസർ എടുത്ത് എഴുതണം. 412 ഇൻറ്റു 2 ഈക്വൽസ് 824 എന്ന് ആൻസർ കിട്ടി. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവരും ഈ പ്രോബ്ലംസ് എവിടെ എഴുതണം? നോട്ട്ബുക്കിൽ നീറ്റായിട്ട് എഴുതുക. അത് കഴിഞ്ഞ് ടെക്സ്റ്റിൽ ഉള്ള എല്ലാ പ്രോബ്ലവും ചെയ്യേണ്ട. ഏതാ? 3 ഡിജിറ്റ് നമ്പറിനെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട പ്രോബ്ലത്തിൻ്റെ പേജിലുള്ളത് മാത്രം ചെയ്താൽ മതി. ക്യാരിയും കൂടി ഉള്ളതിൻ്റേത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ചെയ്യേണ്ടത് പേജ് നമ്പർ 78ലെ പ്രോബ്ലംസ് ആണ് ചെയ്യേണ്ടത്. പേജ് നമ്പർ 78ലെ പ്രോബ്ലംസ് എല്ലാവരും ഹോംവർക്കായിട്ട് ചെയ്യുക. ഓക്കെ. ഹാവ് എ നൈസ് ഡേ. See you at next class. Thank you.